എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് മഴ തോരും മുൻപേ. ട്രെൻഡിങ് എടുത്ത് നോക്കിയാൽ, TRP എടുത്ത് നോക്കിയാൽ, റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും മുന്നിൽ കാണുന്ന ഒരു പേര് തന്നെയാണ് മഴ തോരും മുൻപേ. ഇപ്പോഴിതാ മഴ തോരും മുൻപേയിൽ ടാനിയ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ ദേവനന്ദ അവതാരപ്പിറവിയെടുക്കുന്നു എന്നതാണ് എത്തുന്ന ഒരു വാർത്ത. ടാനിയ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു കഥാപാത്രമാണ്. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവനന്ദയെ ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിക്കുന്നത്. ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പര നമ്മളിന് ശേഷം പ്രിയ താരം ദേവനന്ദ ഇപ്പോൾ ഇനി എത്തുകയാണ്. നമ്മളെന്ന സീരിയൽ അധികം മുന്നോട്ട് പോയില്ല എങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരൊറ്റ ശക്തമായ കഥാപാത്രവും മറ്റൊരു ശക്തമായ കഥാപാത്രവുമായി വീണ്ടും മിനിസ്ക്രീനിലേക്ക് എത്തുകയാണ് ദേവനന്ദ. ദേവനന്ദ ഇനി മുതൽ ടാനിയ എന്നറിയപ്പെടുമെന്ന് പ്രേക്ഷകർ പറയുന്നു. നമ്മുടെ ഏഷ്യാനെറ്റിൽ എത്തുന്നത് വളരെയധികം സ്നേഹത്തോടെയാണെന്നും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കാൻ സാധിക്കും. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം നന്നായി മനസ്സിലാവുകയും അതോടൊപ്പം ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് സത്യം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇത് ശരിക്കും ആരാണ്? ഇതാണ് പലരുടെയും ചോദ്യം. നമ്മൾ സീരിയൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അധികമൊന്നും വളരെയധികം വ്യൂ ഒന്നും ഇല്ലെങ്കിലും വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിൻ്റെ കഥ പോയിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ സീരിയലിലെ ഹെലൻ എന്ന ക്യാരക്ടർ ആർക്കും മറക്കാൻ സാധിക്കില്ല. നമ്മൾ സീരിയലിലെ ഹെലൻ കഥാപാത്രം അവസാനിച്ചപ്പോൾ ഇതാ ഏഷ്യാനെറ്റിലെ മറ്റൊരു സീരിയലിൽ പുതിയ അവതാരപ്പിറവിയുമായി എത്തിയിരിക്കുകയാണ്. സീരിയലിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. കഥ നീട്ടിക്കൊണ്ടു പോകുന്നത് പോലെ തോന്നുന്നു. എപ്പോഴാണ് കഥ അവസാനിക്കുക? എപ്പോഴാണ് അവർക്ക് നീതി ലഭിക്കുക? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് പരമ്പര ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് ഓർമ്മയില്ല എന്നും നമ്മൾ എന്നൊരു സീരിയൽ കണ്ടതായി തന്നെ ഓർക്കുന്നില്ല എന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്ന സീരിയലിൻ്റെ വിഷ്വലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ചെറുതിലേ തന്നെ വൈറലായിട്ടുണ്ട്. ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സീരിയലിലെ ഹെലൻ കഥാപാത്രമാണ് ഈ താരം ചെയ്തതെന്ന് പലരും എടുത്തു പറയുകയും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദേവനന്ദയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നവരോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ താരത്തിൻ്റെ കഴിവ് തെളിയിക്കാനും ഇനിയും അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അതുപോലെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ദേവനന്ദയ്ക്ക് പിന്നാലെ തന്നെയാണെന്ന് പറയാം. ദേവനന്ദയോടൊപ്പം കളിച്ചു ചിരിച്ചാനും അതുപോലെ തന്നെ ആ കഥാപാത്രം വളരെയധികം നല്ലതായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് നോക്കുന്നതും പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ ദേവനന്ദ ടാനിയായി എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ രൂപമാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന ചർച്ചയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.